ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സിനിമ അപ്ഡേറ്റ്സുകളാണ്. അതിൽ ആദ്യത്തേത് നമ്മുടെ ലാലേട്ടന്റെ ഒരു ഫാൻ ബോയ് സംഭവം ലോഡിംഗ് വരുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ലാലേട്ടന്റെ ഒരു ഫാൻ ബോയ് ചിത്രം എന്ന് കേൾക്കും ആരാധകർക്ക് ഇപ്പോ വളരെ സന്തോഷമാണ്. കാരണം തരുൺമൂർത്തി എന്ന ഒരു ഫാൻ ബോയിയുടെ സംവിധാനത്തിൽ എത്തിയ തുടരും എന്ന ചിത്രം ലാലേട്ടൻ ആരാധകർക്ക് നൽകിയിരിക്കുന്ന ആ ഒരു എനർജി എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ. അപ്പോ അടുത്തൊരു ഫാൻ ബോയ് സംഭവം കൂടി വരുന്നു എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ അണിയറയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നത് തന്നെയാണ്. ആ ഫാൻ ബോയ് മറ്റാരുമല്ല, ടൊവിനോ തോമസ് നായകനായിട്ടെത്തിയ ARM എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ജിതിൻ ലാലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചില പേരുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവയാണ്. എന്റേത് ഞാൻ പിന്തുടരുന്ന ഒരു താരത്തിനുള്ള നിശബ്ദമായ ഒരു വാഗ്ദാനമാണ്. ലാൽ എന്നത് വെറുമൊരു വാക്കല്ല, ഒരു ദിശയാണ്. ആശീർവാദിലേക്ക് ഒരു ചുവട് മാത്രം. സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല, പക്ഷേ അതിലേക്കുള്ള ഒരു കവാടമായിരിക്കാം ഇത്. അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആന്റണി പെരുമ്പാവൂരിനാണ്. നന്ദി ആന്റണി ചേട്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ കടുത്ത മോഹൻലാൽ ആരാധകൻ ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോ എന്തായിരുന്നാലും ലാലേട്ടൻ ജിതിൻ ലാൽ കൂട്ടുകെട്ടിൽ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള സന്തോഷ വാർത്തകളാണ് വരുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് DQ അഥവാ ദുൽഖർ സൽമാന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതിൽ ആദ്യത്തേത് ഐ ആം ഗെയിം എന്ന ചിത്രത്തിനെ കുറിച്ചാണ്. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ സ്പോർട്സിന് പ്രാധാന്യമുള്ള ഒരു ചിത്രമാണ് ഐ ആം ഗെയിം. അപ്പോ ഐ ആം ഗെയിം എന്ന ഈ ചിത്രത്തിന്റെ സ്പോർട്സ് കോറിയോഗ്രാഫി ചെയ്യുന്നത് പ്രശസ്തനായിട്ടുള്ള റോബർട്ട് മില്ലർ ആണ്. അദ്ദേഹം ഐ ആം ഗെയിം ടീമുമായി ജോയിൻ ചെയ്തിട്ടുണ്ട്. ശക്തി ഇന്ത്യ, 83, ജേഴ്സി എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൊക്കെ സ്പോർട്സ് കോറിയോഗ്രാഫി ചെയ്തിട്ടുള്ള പ്രശസ്തനാണ് അദ്ദേഹം. ചിത്രത്തിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സുകൾ എല്ലാം ഐ ആം ഗെയിം എന്ന ഈ ചിത്രം നമ്മളുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. അടുത്തായി വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് പവൻ സാദിനേനിയുടെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന തെലുങ്ക് ചിത്രമായിട്ടുള്ള ആകാശം ലോ ഒക്കത്താര എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ മെയ് 19 ആരംഭിക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോർട്ട് എന്ന പ്രശസ്തമായ ചിത്രത്തിന്റെ സംവിധായകൻ രാം ജഗദീഷിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന മറ്റൊരു തെലുങ്ക് ചിത്രം കൂടി വരുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാനിയാണ്. നമ്മുടെ ഹിറ്റ് 3യുടെ നായകനായിട്ടുള്ള നാനിയാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ചിത്രത്തിനെ കുറിച്ചുള്ള മറ്റ് അപ്ഡേറ്റ്സുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോ വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ സമീർ താഹിർ പ്രോജക്ടിന്റെ അപ്ഡേറ്റ്സ് ആണ്. സമീർ താഹിറിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന ഒരു ചിത്രം അടുത്ത വർഷം ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ അണിയറയിൽ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദുൽഖർ സൽമാൻ ചിത്രങ്ങളും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സുകളും എല്ലാം നോക്കുമ്പോൾ വരും നാളുകളിൽ DQ ചിത്രങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തായി നമ്മൾ നോക്കുന്നത് മിഥുൻ മാനുവലിന്റെ സംവിധാനത്തിൽ ജയസൂര്യ നായകനായിട്ടെത്തുന്ന ആട് സീരീസിലെ ആട് 3യുടെ ചിത്രീകരണം ആരംഭിച്ചു എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. പാലക്കാടാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. ടോട്ടൽ 100 ദിവസത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആണ് ഉള്ളത് എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. അടുത്തായി നോക്കുന്നത് അരുൺ വർമ്മയുടെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായിട്ട് എത്തുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ വിശേഷമാണ്. ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ചിത്രീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റിൽ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റിൽ. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ തമിഴിൽ പുരോഗമിക്കുന്ന ചിത്രമാണ് ബെൻസിന്റെ ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. രാഘവൻ ലോറൻസ്, അതുപോലെ നിവിൻ പോളി, മാധവൻ ഇവരൊക്കെയാണ് ഈ ചിത്രത്തിൽ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. പ്രശസ്ത സംവിധായകനായിട്ടുള്ള ലോകേഷ് കനകരാജിന്റെ സ്റ്റോറിയിലാണ് ഈ ചിത്രം ചിത്രീകരിക്കപ്പെടുന്നത്. ബെൻസ് എന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഭാഗ്യരാജ കണ്ണനാണ്. സായി അഭയൻകാർ ആണ് ഈ ചിത്രത്തിന്റെ മ്യൂസിക് നിർവഹിക്കുന്നത്. അപ്പോ ഒരിടവേളയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ ഒരു ഗംഭീര മടങ്ങിവരവ് തന്നെ നിവിൻ പോളി ആരാധകർക്ക് കാണാൻ കഴിയും എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തായി നമ്മൾ നോക്കുന്നത് AK തല അജിത് കുമാറിന്റെ അടുത്ത സിനിമയുടെ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. വിടയാമുയർച്ചി, അതുപോലെ ഗുഡ് ബാഡ് അഗ്ലി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തല അജിത് കുമാർ നായകനായിട്ട് എത്തുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സുകളാണ് വരുന്നത്.
അജിത്ത് തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. ഈ വർഷം നവംബറിൽ പുതിയ ചിത്രം തുടങ്ങുമെന്നും അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തിൽ റിലീസ് ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സുമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ പേരോ മറ്റു വിശേഷങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു സന്തോഷം നിറഞ്ഞ വാർത്ത തന്നെയാണ്. അപ്പോ എന്തായിരുന്നാലും ഈ ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. റെട്രോ എന്ന ചിത്രത്തിന് ശേഷം സൂര്യ നായകനായിട്ട് എത്തുന്ന അടുത്ത ചിത്രത്തിന്റെ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. ചിത്രത്തിന്റെ ടൈറ്റിൽ റിവീൽ ജൂലൈ 23-ന് ഉണ്ടാകും എന്നുള്ളതാണ് അപ്ഡേറ്റ്സ് ആയി വരുന്നത്. സൂര്യ 45 എന്ന് താൽക്കാലിക പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അന്നറിയാൻ കഴിയും. സൂര്യയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണ് ടൈറ്റിൽ റിവീൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.